ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീബിനാലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഞായറാഴ്ച തങ്ങൾ പാട്ടുവിശേഷത്തിന്റെ ഓരോ ഏടുകൾ നമ്മൾ പിന്തുടരുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ പാട്ടുവിശേഷത്തില് പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് ഗസലുകളെ കുറിച്ചാണ്, പ്രത്യേകിച്ച് ഗസലുകളുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കാനുള്ള ചില വ്യക്തിത്വങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അവരെല്ലാം ഓർത്ത് ഗസൽ പാട്ടുകളിലൂടെ നമുക്ക് കടന്നു പോകാം. അതിനു മുമ്പ് ആസ് യൂഷ്വൽ നമ്മുടെ മ്യൂസിക് തെറാപ്പിയുടെ ഭാഗമായിട്ട് ജോസഫ് ജോൺ സാറിന്റെ ചില മ്യൂസിക്കോളജിയുടെ ചില ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. സോ നിങ്ങൾ എല്ലാവരും ഈ പ്രോഗ്രാമിൽ ക്ഷണിക്കുന്നു. അതോടൊപ്പം ജോസഫ് ജോൺ സാറിനെയും. ജോസഫ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു. സ്ഥിതി സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഗുരുസ്ഥാനികർക്കും സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ബയോ മ്യൂസിക്കോളജിയെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൗണ്ട് ക്ലിയർ ആണോ? നമുക്കറിയാം, മ്യൂസിക് കേൾക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ മ്യൂസിക്കൽ പരിപാടികളിൽ സംബന്ധിക്കുന്നതുകൊണ്ട്, പെർഫോം ചെയ്യുന്നതുകൊണ്ടൊക്കെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും മാറ്റങ്ങളുണ്ടാകും, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും. ഈവൻ ഹീലിംഗ് നടക്കുന്നു, റിലാക്സേഷൻ നടക്കുന്നു. ഇതിൻ്റെയൊക്കെ കാരണം തേടിയുള്ള യാത്രയിലാണ് നമ്മൾ. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ അതേക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. മ്യൂസിക് ഈസ് എ പവർഫുൾ ഏജന്റ് ഓഫ് ഹീലിംഗ്. മനുഷ്യന് ശാരീരിക, മാനസിക, വൈകാരിക തലങ്ങളിലൊക്കെ മാറ്റം വരുത്തുവാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സംഗീതം. പക്ഷേ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിൻ്റെ പഠനശാഖയാണ് ബയോ മ്യൂസിക്കോളജി. എല്ലാവർക്കും സംഗീതം ഇഷ്ടമാണ്. ലവ് ഫോർ മ്യൂസിക് ഈസ് ഡ്രിവൺ ബൈ മ്യൂസിക്സ് ഫോർ എഫക്ട്സ് ഓൺ, മ്യൂസിക്സിൻ്റെ ഫോർ എഫക്ട്സ് ഓൺ, അത് നമ്മുടെ ഇമോഷൻസിനെ, റിവാർഡ് സിസ്റ്റംസിനെ, അഫിലിയേഷനെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ് സംഗീത ആസ്വാദനത്തിലൂടെ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിൽ ഇമോഷൻസിനെ കുറിച്ചും റിവാർഡ് സിസ്റ്റത്തെ കുറിച്ചും നമ്മൾ സംസാരിച്ചു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അഫിലിയേഷനെ കുറിച്ച് സംസാരിക്കുവാനാണ് ഇരുന്നത്. നിർഭാഗ്യവശാൽ സമയം കിട്ടാത്തതുകൊണ്ട് അതിലേക്ക് നമ്മൾ പോയി. എന്താണ് അഫിലിയേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് അഫിലിയേഷൻ? സിമ്പിളായിട്ട് പറഞ്ഞാൽ കണക്ഷൻ. കണക്ഷൻ ബിറ്റ്വീൻ 2 എൻറ്റിറ്റീസ്. 2 എൻറ്റിറ്റീസ് തമ്മിലുള്ള, 2 എൻറ്റിറ്റീസ് തമ്മിൽ മാത്രമല്ല, ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ മൾട്ടിപ്പിൾ ഫോംസ്. മൾട്ടിപ്പിൾ ഫോംസിലും അത് സംഭവ്യമാണ്. സംഗീതത്തിൽ അങ്ങനെയാണ് സംഭവിക്കുക. There is a multi-dimensional connection or affiliation between effects of music on human body and the 4 dimensions of mental health. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ 4 elements of mental health എന്താണെന്നും എന്തൊക്കെയാണ് effects of music on human body എന്നും പറഞ്ഞു. ഇത് രണ്ടും തമ്മിലുള്ള ഒരു അഫിലിയേഷൻ, ഒരു കണക്ഷൻ ആണ് ഇതിൻ്റെയൊക്കെ പ്രവർത്തനത്തിൻ്റെ കാരണം, അല്ലെങ്കിൽ ബിഹൈൻഡ് ഓൾ ദീസ് ഹാപ്പനിങ്സ്. സംഗീതം ശ്രവിക്കുന്നതിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെ അടിസ്ഥാനം അതാണെന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഓക്കെ, നമ്മൾ 4 ഡയമെൻഷൻസ് ഓഫ് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു. അതൊന്നുകൂടി ഒന്ന് ആവർത്തിച്ച് പോവുകയാണ് സ്പീഡിൽ. 4 ഡയമെൻഷൻസ് മെൻ്റൽ ഹെൽത്തിൻ്റെ മാനങ്ങൾ, പ്രധാനപ്പെട്ട മാനങ്ങൾ എന്തൊക്കെയാണ്? ഇമോഷണൽ വെൽബീയിങ്. അപ്പോൾ ഇത് സംഗീതത്തിലും ഇമോഷൻ്റെ കാര്യങ്ങളുണ്ട്, നമ്മുടെ ഇമോഷനെ ബാധിക്കുന്നുണ്ട്, അല്ലേ? ദറ്റ് ഈസ് കണക്റ്റഡ്. അപ്പോൾ റെക്കഗ്നൈസിങ് ആൻഡ് മാനേജിങ് ഇമോഷൻസ്, ഡെവലപ്പിംഗ് റെസിലിയൻസ്, മെയിൻറ്റെയിൻ പോസിറ്റീവ് ഔട്ട്ലുക്സ്. അപ്പോൾ ഇമോഷനെ അങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സാധിക്കും.
അതാണ് അഫിലിയേഷനിലേക്ക് നമ്മൾ വരുമ്പോൾ അത് നമുക്ക് പറയാം. കോർ എലമെന്റ്സ്, കോർ ഡയമെൻഷൻസ് ഓഫ് മെന്റൽ ഹെൽത്തിൽ രണ്ടാമത് വരുന്നത് സൈക്കോളജിക്കൽ വെൽബീയിങ് ആണ്. വിശദീകരിക്കേണ്ട കാര്യമില്ല, ഇതെല്ലാം സൈക്കോളജിയൊക്കെ പഠിക്കുന്നവർ തന്നെയാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലുള്ളത്. ദെൻ സോഷ്യൽ വെൽബീയിങ്. മെന്റൽ ഹെൽത്തിന് ഇതൊക്കെ പ്രധാന കാര്യങ്ങളാണ്. ഇമോഷണൽ വെൽബീയിങ്, സൈക്കോളജിക്കൽ വെൽബീയിങ്, സോഷ്യൽ വെൽബീയിങ്, കോഗ്നിറ്റീവ് വെൽബീയിങ്. അതുണ്ടെങ്കിൽ ശരിക്കുമുള്ള പ്രവർത്തനം, ലേണിംഗ്, അല്ലേ, നമ്മുടെ സ്വഭാവം, ഇതൊക്കെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും പറയാനും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നത് കോഗ്നിറ്റീവ് വെൽബീയിങ് ഉണ്ടെങ്കിലേ സാധിക്കൂ. ദെൻ ബിഹേവിയറൽ വെൽബീയിങ്, അതും മെന്റൽ ഹെൽത്തിന്റെ ഒരു കോർ എലമെന്റ് ആണ്. സ്പിരിച്വൽ വെൽബീയിങ്. ഡയമെൻഷൻസ്, മെന്റൽ ഹെൽത്തിന്റെ ഈ ഡയമെൻഷൻസ് എല്ലാം ഇന്റർ കണക്റ്റഡ് ആൻഡ് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ. ഇന്റർ കണക്റ്റഡ് ആണ്, അതിനെ പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യും. ഓവറോൾ mental wellness and resilience can be attained by addressing each aspect. മെന്റൽ ഹെൽത്തിന്റെ ഈ ആസ്പെക്റ്റുകളെ അഡ്രസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഓവറോൾ വെൽബീയിങ്, റെസിലിയൻസ്, ഒരു എന്തെങ്കിലും ഒരു താളപ്പുഴ ഉണ്ടായെങ്കിൽ തിരിച്ചു വരാൻ റെസിലിയൻസിന് നമുക്ക് മെന്റൽ ഹെൽത്ത് കൊണ്ട് സാധിക്കും. ഈ 4 എലമെന്റ്സ് ആണ് ഇതിന്റെ ഘടകങ്ങൾ. പിന്നീട് നമ്മൾ സംസാരിച്ചത് ഫോർ എഫക്ട്സ് ഓഫ് മ്യൂസിക് ഓൺ ഹ്യൂമൻ ബോഡി. മ്യൂസിക് എങ്ങനെയാണ് ഹ്യൂമൻ ബോഡിയിൽ സ്വാധീനിക്കുന്നത്, അതിൻ്റെ പരിണത ഫലം എന്തൊക്കെയാണ്. സംഗീതം കൊണ്ട് നമ്മുടെ ഇമോഷനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ, ക്രമപ്പെടുത്താൻ സാധിക്കും. മ്യൂസിക് ട്രിഗേഴ്സ് ദ റിലീസ് ഓഫ് ഡോപ്പാമിൻ, അത് നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെയാണ് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്, നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്. ദെൻ ഹാർട്ട് റേറ്റ് ആൻഡ് ബ്ലഡ് പ്രഷർ. സംഗീതം ഹാർട്ട് റേറ്റിനെയും ബ്ലഡ് പ്രഷറിനെയും സ്വാധീനിക്കുന്നുണ്ട്. ദെൻ പെയിൻ മാനേജ്മെന്റ്, റെഡ്യൂസസ് പെയിൻ. എങ്ങനെയാണ് നമ്മുടെ പെയിൻ മാനേജ്മെന്റ് സാധിക്കുക? നമ്മുടെ ശ്രദ്ധ. ഇപ്പോൾ ഈ പെയിൻ മാനേജ്മെന്റിന് നമുക്കറിയാം, ലേബർ റൂമിൽ, ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ സംഗീതത്തിന്റെ ഒരു അകമ്പടി ഉപയോഗിച്ച് വരുന്നുണ്ട്, മ്യൂസിക് തെറാപ്പി. ദെൻ മെമ്മറി റീകോൾ, പാട്ട് കേൾക്കുന്നതിലൂടെ നമ്മുടെ ഓർമ്മയ്ക്ക് ഓർമ്മ വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ സാധിക്കും, അല്ലെ. പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു സാഹചര്യത്തിലേക്കും സന്ദർഭങ്ങളിലേക്കും ഒക്കെ നമ്മുടെ മനസ്സ് പോകും, ഓർത്തെടുക്കുവാൻ സാധിക്കും. ആ ഒരു പാട്ടിന്റെ ശകലത്തിൽ നിന്നായിരിക്കും ചില സംഭവങ്ങൾ പോലും നമ്മൾ ഓർത്തെടുക്കുക, റിട്രീവ് ചെയ്ത് വരിക, അല്ലെ. അങ്ങനെ മെമ്മറി റീകോളിന് സംഗീതം സഹായിക്കും. സ്റ്റിമുലേറ്റ് റീകോൾ, അതാണ് ഞാൻ പറഞ്ഞത്, ഉത്തേജിപ്പിക്കും, നമ്മുടെ ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഉത്തേജിപ്പിക്കും. സ്ട്രെസ് റിഡക്ഷൻ, സംഗീതം ആസ്വദിക്കുന്നതിലൂടെ നമ്മുടെ സ്ട്രെസ് കുറയും, നമുക്ക് അറിയാവുന്ന കാര്യം. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യും സംഗീതം. അപ്പോൾ രോഗപ്രതിരോധ ശക്തി ഉണ്ടാകും, ടെൻഷൻ കുറയും. എങ്ങനെയാണ്? by increasing the production of antibodies. ആന്റിബോഡീസിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിലൂടെയാണ് ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യപ്പെടുന്നത് സംഗീതം ശ്രവിക്കുന്നതിലൂടെ. സംഗീതം ശ്രവിക്കുന്നത് കൊണ്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ്? സ്ലീപ്പ് ക്വാളിറ്റി അറിയാം, മൂഡ് എൻഹാൻസ്മെന്റ്, അല്ലെ. മൂഡ് ഓഫ് ആയിരിക്കുന്നു, നിരാശയിൽപ്പെട്ടിരിക്കുന്നു, ആ സമയത്തൊരു നല്ലൊരു സംഗീതം കേൾക്കുക നമ്മുടെ മൂഡ് എൻഹാൻസ് ചെയ്യും. Music releases endorphin, the feel good hormone, thus improving mood and reduce symptoms of depression. അങ്ങനെയാണ് അത് നമ്മുടെ മൂഡ് ഇംപ്രൂവ് ചെയ്യുകയും ഡിപ്രഷന്റെ ലക്ഷണങ്ങളെ കുറയ്ക്കുകയും ചെയ്യുന്നു. സോഷ്യൽ കണക്ഷൻസ്, സാമൂഹ്യ ബന്ധം മ്യൂസിക് നമുക്ക് തരുന്നു, അല്ലെ. സമൂഹത്തില് സംഗീതത്തിന്റെ സ്വാധീനം വളരെ വലുതാണ്, പല കൾച്ചറിലും ഒക്കെ നമുക്കറിയാം. പ്ലേസ് എ റോൾ ഇൻ സോഷ്യൽ ബോണ്ടിങ്, പരസ്പരം യുണൈറ്റ് ചെയ്യുക, അല്ലെ, ഒരുമിച്ച് നിർത്തുവാൻ ഒക്കെ സംഗീതത്തിന്റെ ആ ഒരു സാധ്യത വളരെ വലുതാണ്. ഫോസ്റ്ററിങ് സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് ബിലോങ്ങിങ്നെസ്, ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റിയും ഒരു ബിലോങ്ങിങ്നെസ്സും അത് ക്രിയേറ്റ് ചെയ്യുന്നു. ദീസ്
ഇങ്ങനെയുള്ള ഈ എഫക്ട്സുകളൊക്കെ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുമോ? ആയിരിക്കുമോ? അപ്പൊ ഈ സംഗീതം കേൾക്കുമ്പോൾ സംഗീതം കേൾക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അതിന്റെ എഫക്ട്സ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. അത് വ്യക്തികളെ അടിസ്ഥാനമാക്കിയത് വ്യത്യാസം. ഡിപ്പെൻസ് ഓൺ ഈച്ച് ഇൻഡിവിജ്വൽ. അവരുടെ ടേസ്റ്റ്, സംഗീതത്തോടുള്ള അവരുടെ ഒരു സമീപനം, ആറ്റിറ്റ്യൂഡ്, താല്പര്യം, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തി വ്യക്തികൾ തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കും. ഡിപ്പെൻഡിങ് ഓൺ ഇൻഡിവിജ്വൽ പ്രിഫറൻസസ്, അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ചും കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചും പേഴ്സണൽ എക്സ്പീരിയൻസുകൾ അനുസരിച്ചും ഒക്കെ അത് മാറും. പക്ഷേ ഇതെല്ലാം ആർക്കും ബെനിഫിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഏത് പ്രായത്തിലുള്ളവർക്കും ബെനിഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത് രണ്ടും ഉള്ള അഫിലിയേഷനാണ്. ഫോർ ഡയമെൻഷൻസ് ഓഫ് മെൻ്റൽ ഹെൽത്തും അതുപോലെ തന്നെ എഫക്ട്സ് ഓഫ് മ്യൂസിക്കും തമ്മിലുള്ള ഒരു അഫിലിയേഷനാണ് ഈ ഒരു ബോഡിയിൽ ഇതുപോലെയുള്ള മാറ്റങ്ങൾക്ക്, ഹീലിംഗ് ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾക്ക്, മൂഡ് ചേഞ്ച് ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾക്ക് കാരണമാകും. ഇത് രണ്ടും പവർഫുൾ കണക്ഷനാണ് ഉള്ളത്. ഏതാ? മെൻ്റൽ ഹെൽത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ക്വാളിറ്റീസ്. ഈ അഫിലിയേഷൻ സംഭവിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ സംയോജനം അല്ലെങ്കിൽ കണക്ഷൻ ഇവ തമ്മിലുണ്ടാകുന്നത് കൊണ്ട് ഇമോഷൻസ് ശരിക്കും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സംഗീതത്തിൽ. മ്യൂസിക് ഗിവ്സ് ആൻ ഔട്ട്ലെറ്റ് ഫോർ എക്സ്പ്രസിങ് ആൻഡ് പ്രോസസ്സിങ് ഇമോഷൻ. ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും മ്യൂസിക് ഒരു ഔട്ട്ലെറ്റ് തരുന്നു. ആൻസൈറ്റി നമുക്ക് പ്രകടിപ്പിക്കാം, ഡിപ്രഷൻ പ്രകടിപ്പിക്കാം. അപ്പൊ അതൊക്കെയാണ് സംഗീതത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ദുഃഖഗാനങ്ങളും അല്ലെ, പ്രണയഗാനങ്ങളും വിരഹഗാനങ്ങളും ഒക്കെ ഈ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള സംഗീതത്തിന്റെ, അല്ലെങ്കിൽ ഇമോഷനെ സ്വാധീനിക്കാനുള്ള സംഗീതത്തിന്റെ പ്രത്യേകതയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. മൂഡ് റെഗുലേഷൻ അഫിലിയേഷൻ കൊണ്ടുണ്ടാകുന്നതാണ്. ഇംപ്രൂവ് മൂഡ്, നമ്മൾ ഒരിക്കൽ ഇത് നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഇതിന്റെ സംഗീതത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ വേറെ പോവാണ്. മൂഡ് ഇംപ്രൂവ് ചെയ്യുന്നു, റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് പ്രൊമോട്ട് റിലാക്സേഷൻ. ഈ അഫിലിയേഷൻ കൊണ്ട് വേറൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെയൊക്കെ ഹീലിങ്ങിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് നമുക്ക് പറയാം. കത്താർസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധീകരണം, വികാര വിരേചനം എന്ന് പറയാം. വികാരങ്ങളെ നിയന്ത്രിച്ച് അല്ലെങ്കിൽ അതിനെ പ്യൂരിഫൈ ചെയ്യുക. സംഗീതത്തിന്റെ ഈ എഫക്റ്റും മെന്റൽ 4 ഡയമെൻഷൻസ് ഓഫ് മെന്റൽ ഹെൽത്തും തമ്മിലുള്ള അഫിലിയേഷൻ കൊണ്ട് സാധിക്കുന്നു. ശുദ്ധീകരണം സംഭവിക്കുന്നു. അല്ലെങ്കിൽ വികാര വിരേചനം പറഞ്ഞാൽ അറിയാമല്ലോ, ശുദ്ധീകരിക്കൽ തന്നെയാണ്. വേണ്ടാത്തതിനെ കളയുകയാണ്, പുറത്തള്ളുകയാണ്. മ്യൂസിക് ഹെൽപ്സ് റിലീസ് പെൻഡപ്പ് ഇമോഷൻസ്. കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ ആ ഇമോഷൻ കൊണ്ട് തന്നെ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ദുരന്തങ്ങളോ അല്ലെങ്കിൽ ആത്മഹത്യ പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ നഷ്ടങ്ങൾ, അല്ലെങ്കിൽ ബന്ധങ്ങൾ ശിഥിലമായേക്കാം. പക്ഷെ ഈ വികാരങ്ങളെ എക്സ്പ്രസ് ചെയ്യുവാനായിട്ടുള്ളൊരു, അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന കെട്ടിക്കിടക്കുന്ന വികാരങ്ങൾ റിലീസ് ചെയ്യാൻ സംഗീതം സഹായിക്കുന്നു. ദെൻ സോഷ്യൽ കണക്ഷനെ കുറിച്ച് പറയുമ്പോൾ സംഗീതത്തിന്റെ സോഷ്യൽ കണക്ഷൻ പല കൾച്ചറിലുണ്ട്, പല കമ്മ്യൂണിറ്റികളുടെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ സൊസൈറ്റിയെ കണക്ട് ചെയ്യാനും യുണൈറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നു. ഇത് നമ്മൾ പറഞ്ഞതാണ്. തെറാപ്യൂട്ടിക് ബെനഫിറ്റ്സ്, രോഗം മാറ്റുന്ന അല്ലെങ്കിൽ ചികിത്സാപരമായ ക്വാളിറ്റീസ് സംഗീതത്തിൽ. അത് അതിനുള്ള രാഗങ്ങളൊക്കെ, പ്രത്യേകിച്ച് രാഗങ്ങളൊക്കെ എങ്ങനെയാണ് ഓരോ രോഗത്തിനും ശമനം നൽകുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. പേഴ്സണൽ ഐഡന്റിറ്റി നിലനിർത്താൻ, കീപ്പ് ചെയ്യുവാൻ ഒക്കെ നമുക്ക് ഈ അഫിലിയേഷൻ കൊണ്ട് സാധിക്കും. മൈൻഡ്ഫുൾനെസ്, നമുക്കറിയാം
സംഗീതം ധ്യാന കാര്യങ്ങൾക്കും ധ്യാനത്തിനുമൊക്കെ വളരെയധികം ഉപയോഗപ്പെടുത്തുന്ന ആയിട്ട് നമുക്കറിയാം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സ്ട്രെസ് റിലീഫ് പറഞ്ഞതാണ്. മെമ്മറി ആൻഡ് നെസ്റ്റാൾജിയ ക്രിയേറ്റ് ചെയ്യുക, നെസ്റ്റാൾജിക് മെമ്മറീസ് ഒക്കെ സംഗീതം നമുക്ക് സമ്മാനിക്കുന്ന കാര്യങ്ങളാണ്. ഹീലിംഗ് ആൻഡ് റെസിലിയൻസ്. അപ്പോൾ സംഗീതത്തിൻ്റെ ഗുണങ്ങളും മെൻ്റൽ ഹെൽത്തിൻ്റെ തലങ്ങളും തമ്മിലുള്ള അഫിലിയേഷൻ കൊണ്ട് സംഭവിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചാണ്, സംഗീതം നൽകുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. മ്യൂസിക് തെറാപ്പിയുടെ ആ ഒരു സെഗ്മെന്റ് ഇതോടെ അവസാനിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതേക്കുറിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക്, പാട്ട് വിശേഷം എന്നുള്ള സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ഓക്കെ, പാട്ട് വിശേഷത്തിലേക്ക് പോവാം. നമ്മളിന്ന് ഓർമ്മിക്കുന്നത് പ്രശസ്ത ഗസൽ ഗായകൻ. ഗസൽ ഗായകൻ എന്ന് പറഞ്ഞാൽ പോരാ, കേരളത്തിൽ ഗസലിനെ ജനകീയമാക്കിയ ഗസൽ ചക്രവർത്തി. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഉമ്പായി ഗസൽ ചക്രവർത്തി, PA ഇബ്രാഹിം എന്ന ഉമ്പായി. പണ്ടൊക്കെ ഈ ഗസൽ സമ്പന്നരുടെ ആഘോഷങ്ങളുടെ ഒരു ഭാഗമായിരുന്നു. അവരുടെ വീടുകളിൽ നടക്കുന്ന ചടങ്ങുകളിലെ ഒരു പാർട്ടായിരുന്നു ഗസൽ സന്ധ്യ അല്ലെങ്കിൽ ഗസൽ. പക്ഷെ അതിനെ മലയാളത്തിലേക്ക് എത്തിച്ചതിന് ശേഷം സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ച മഹാനായ കലാകാരനാണ് ഉമ്പായി. മലയാളത്തിന്റെ ഗസൽ ശബ്ദം, കേരളത്തിന്റെ ഗസൽ ചക്രവർത്തി. ഗസലിന്റെ പ്രത്യേകത എന്താണ്? ഒരു ഗസൽ സോങ് കേൾക്കുമ്പോൾ നമുക്ക് അതിന്റെ പ്രത്യേകതയായിട്ട് തോന്നുന്നത് ആർക്കെങ്കിലും പറയാമോ? ഗസൽ എന്ന വാക്കിന്റെ അർത്ഥം പ്രിയതമയുമായുള്ള സംഭാഷണം എന്നാണ് ഉമ്പായി പറയുന്നത്. പ്രിയതമയുമായുള്ള സംഭാഷണം. അപ്പൊ അത് കേൾക്കുമ്പോൾ അത് ഈ വാക്കിൽ തന്നെ നമുക്ക് അതിന്റെ അർത്ഥം കിട്ടും. അപ്പോൾ അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. പ്രിയതമയുമായിട്ടുള്ള സംഭാഷണം. അതിൽ പ്രണയം വരാം, പ്രണയ നൈരാശ്യം വരാം, വിരഹം വരാം. ഇതിനെയൊക്കെ കവിതാത്മകമായിട്ട് സംഗീതത്തിന്റെ ചട്ടക്കൂടിൽ അണിയിച്ചൊരുക്കുന്നതാണ് ഗസൽ. ഗസൽ ഹാസ് എ യുണീക് സ്റ്റൈൽ ഓഫ് സിംഗിങ്. അതിനൊരു പ്രത്യേക സ്റ്റൈലാണ് ഗസൽ പാടുന്നതിനുണ്ട്. ഗസൽ ഇസ് എ സെലിബ്രേഷൻ ഓഫ് ബോത്ത് പോയട്രി ആൻഡ് മ്യൂസിക് എന്നാണ് പറയുന്നത്. ഗസൽ ഇസ് എ സെലിബ്രേഷൻ, ആഘോഷിക്കുകയാണ് കേട്ടോ, അല്ലാതെ വെറുതെ റെൻഡർ ചെയ്യുവാനും. എന്തൊക്കെയാണ്? കവിതയെയും സംഗീതത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് ആഘോഷിക്കുന്നതാണ് ഗസൽ എന്ന് പറയും. പല കവികളും മലയാളത്തിൽ ഗസലിനോട് സഹകരിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പലപ്പോഴും അനുകൂലമായ അല്ലാത്ത സാഹചര്യങ്ങൾ കൊണ്ടോ ഒക്കെ ആയിരിക്കാം, അതിനുള്ള നിഷേധം കൊണ്ടായിരിക്കില്ല എന്നാണ് കരുതുക. അദ്ദേഹം വിചാരിക്കുന്നത് ഇമോഷൻസ് ഓഫ് ലവ് ആൻഡ് ഹാർട്ട് ബ്രേക്ക്, അല്ലെ, ലവ് നഷ്ടപ്പെടുമ്പോൾ എന്താണ്, ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവും. ഇതെല്ലാം യൂണിവേഴ്സലാണ്, ഒരു പ്രത്യേക വിഭാഗത്തിനോ പ്രത്യേക സമൂഹത്തിനോ പറഞ്ഞിരിക്കുന്നതല്ല. സോ ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ എനി ലാംഗ്വേജ്. ഏത് ലാംഗ്വേജിലും ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ട്, അല്ലെ, ഇമോഷൻസും അതിൻ്റെ എക്സ്പ്രഷൻസും ഒക്കെ ഉണ്ട്. ഗസലിന് അതിൻ്റെ കാവ്യാംശവും മനോഹാരിതയും നഷ്ടപ്പെടാതെയാണ് ഉമ്പായി അതിനെ മലയാളീകരിച്ച് നമുക്ക് നൽകിയത്.
അതിൽ അദ്ദേഹം വളരെ ശ്രദ്ധ പുലർത്തിയിരുന്നു. ഗസലിൻ്റെ അടിസ്ഥാന കാര്യങ്ങളായിട്ടുള്ള ഒരു കാവ്യാത്മകതയും സംഗീതാത്മകതയും ചോരാതെയാണ് ഗസലിനെ അദ്ദേഹം അണിയിച്ചൊരുക്കിയത്. അതാണ് ഏറ്റവും വലിയ സംഭാവന ഉമ്പായി നമ്മുടെ സമൂഹത്തിന് നൽകിയത്. ഉമ്പായിയുടെ അഭിപ്രായത്തിൽ ഭാരതീയ സംഗീതം ഏറ്റവും ഉദാത്തമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഒരു വിഷമമുള്ളത് യുവതലമുറ അതിനെ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത്. തെക്കൻ ഏഷ്യൻ സംഗീതത്തെയും ഭാരതീയ സംഗീതത്തെയും ഉപാസിച്ച കലാകാരനാണ് ഉമ്പായി. ഇപ്പോഴത്തെ ഗസൽ ഗായകർ പലരും അദ്ദേഹത്തിന്റെ പാതയാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. ഉമ്പായിയുടെ ജീവിതം സംഭവ ബഹുലമായും അദ്ദേഹം ചെയ്യാത്ത ജോലികളും ഉമ്പായി തൻ്റെ ജീവിത വഴികാട്ടിയായി കാണുന്ന 3 പേരുണ്ട്. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ പറയാമോ? ഒരാളുടെ പേര് വളരെ പ്രശസ്തമാണ്. ഒരു ക്ലൂ തരാം. ബാബുരാജ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് EMS നമ്പൂതിരിപ്പാട്. അടിയുറച്ച പാർട്ടിക്കാരനാണ് ഉമ്പായി. അദ്ദേഹം പറയുന്നു, എൻ്റെ ജീവിതത്തിലെ വഴികാട്ടികളായി 3 പേരെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ ജീവിതത്തിന് കാഴ്ചപ്പാട് നൽകിയത് ആ 3 പേർ ഇവരാണ്. ഒന്ന് EMS നമ്പൂതിരിപ്പാട്, രണ്ടാമത് ഗസൽ ചക്രവർത്തി മെഹ്ദി ഹസൻ, മൂന്നാമത് പണ്ഡിറ്റ് ജസ്പാൽ. ഗസലിന്റെ അടിസ്ഥാന ഭാഷ ഇതിൽ തുടങ്ങിയത് എവിടെ നിന്നാണ് പറയാമോ? ഉറുദു പാരമ്പര്യത്തിലാണ്. കൃത്യമായ നിയമങ്ങൾ സംഗീത അതിലേക്ക് വരാം. ഉറുദു പാരമ്പര്യമാണ് നമുക്ക് ഗസലിനുള്ളത്. ഇത് പിറവിയെടുത്തത് അറബിയിലാണ്, അറബി ഭാഷയിൽ. ദെൻ പേർഷ്യൻ ഭാഷയിലേക്ക് വന്നു. പിന്നീടാണത് ഉറുദുവിൻ്റെ സ്വന്തമായ കാവ്യ രൂപമായി മാറിയത്. അറബിയിൽ നിന്നും പേർഷ്യൻ ഭാഷയിലേക്ക് വന്നു. ദെൻ ഉറുദു. ശ്രുതി മധുരമായ ഗാനാലാപന ശൈലിയാണ് ഗസലിൻ്റെ ക്വാളിറ്റി. നേരത്തെ ഞാൻ പറഞ്ഞു, പ്രണയനൈരാശ്യം, വിരഹദുഃഖം. ഉമ്പായി പറഞ്ഞതുപോലെ പ്രിയതമയുമായുള്ള സംഭാഷണമാണ് ഗസൽ. ഏത് സ്ഥലംകാരനാണെന്നറിയാമോ ഉമ്പായി? എവിടെ ജനിച്ചത്? കൊച്ചിക്കാരനാണ്, മട്ടാഞ്ചേരി. ഉമ്പായി എന്നത് ഉമ്മ വിളിച്ചതാണ്. എന്താണ്? ഇബ്രാഹിം, അല്ലെ? ഇബ്രാഹിം എന്ന് വിളിച്ച് അബു ഇബ്രാഹിം എന്നുള്ള ആ പേര് ഓമന പേരായിട്ട് ഉമ്മ വിളിച്ചതാണ് ഉമ്പായി എന്ന്. ആ പേരാണ് അദ്ദേഹത്തിന് ചാർത്തി കിട്ടിയത്. തബല ആണ് ആദ്യം അഭ്യസിച്ചത്. കൈവിരലുകളൊക്കെ കുഴയുമ്പോൾ അമ്മ സപ്പോർട്ടോട് കൂടി നിന്നത് ഉമ്പായി ഓർത്ത് പറയുന്നു. അത്ര സപ്പോർട്ടായിരുന്നില്ല, വാപ്പ അത്ര സപ്പോർട്ടായിരുന്നില്ല എന്ന് അദ്ദേഹം എവിടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നു, ഞാൻ വാപ്പയെ വെറുത്തില്ല, പക്ഷെ അത്ര അടുപ്പമുണ്ടായിരുന്നു. കാരണം സംഗീതം എന്ന് പറഞ്ഞ ആ ഒരു വഴി തിരിയാനായിട്ട് അദ്ദേഹത്തിന് വാപ്പയ്ക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഉമ്പായി ബോംബെയിലെത്തുകയാണ് തബല പഠിക്കാൻ. അവിടെ സെറ്റായി വരുമ്പോഴത്തേക്കും ഉമ്മയ്ക്ക് രോഗം കലശലായി എന്ന് പറഞ്ഞുള്ള അറിയിപ്പ് കിട്ടുകയും തിരിച്ചു പോരുകയും ചെയ്തു. പിന്നീട് വീണ്ടും തിരിച്ചുപോയി ഹിന്ദുസ്ഥാനി സംഗീതം അഭ്യസിക്കുവാനായിട്ട്. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അവസാനം ഭാഗ്യത്തിന് ഉസ്താദ് മുബാവിർ അലി ഖാനെ കണ്ടുമുട്ടി. അദ്ദേഹമായിരുന്നു പ്രോത്സാഹനവും സപ്പോർട്ടും ഒക്കെ ആയിട്ട് നടന്നത്. 4 വർഷം തബല പഠിച്ചു. പിന്നെ 5 വർഷത്തോളം ഹിന്ദുസ്ഥാനി. ഇത് രണ്ടും അതിനോടൊപ്പം തന്നെ ആയിരിക്കണം. ബോംബെയിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ടായിരുന്നു, ചരസ് കുക്ക. അത് വലിച്ചങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഒരു ദിവസം
ഈ ഉസ്താദ് ഒറ്റ അടി അടിച്ചെന്നാണ് പറഞ്ഞത്, കാരണം കുറ്റിക്കില്ല. അതിനുശേഷം അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചു. നീ നിന്റെ കഴിവ് കളഞ്ഞു കുളിക്കുകയാണ് എന്ന് ചോദിച്ച് ശിക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഒറ്റയടി കാരണം കുറ്റില്ല, പോയി എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ പാട്ടിൻ്റെ വഴിയിലേക്ക് തന്നെ 100% അദ്ദേഹം തിരിച്ചു വരികയാണ്. ഒരിക്കൽ യാദൃശ്ചികമായിട്ട് മുംബൈയുടെ വീട്ടിലൊരു അതിഥി എത്തുന്നു. അതിഥി എന്ന് പറയാൻ പറ്റില്ല, മുഷിഞ്ഞ വേഷവും ലഹരി ഇച്ചിരി വാട്ടീസൊക്കെ അടിച്ചിട്ടുണ്ട്, ലഹരി കഴിച്ചിട്ടാണ് ചെല്ലുക. അദ്ദേഹത്തിൻ്റെ ആവശ്യം എനിക്കൊരു പാട്ട് കേൾക്കണം എന്നുള്ളതായി. ആദ്യം മുംബൈ സമ്മതിച്ചില്ല, ഇറക്കി വിട്ടു, കഥകടച്ചു. പക്ഷേ ആ മനുഷ്യൻ വീണ്ടും നിർബന്ധിച്ചു. അപ്പോൾ പാട്ടുപാടി, ആ കഥ തുറന്നകത്ത് കയറ്റി പാട്ടുപാടി. പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ അടുത്ത സിനിമയിൽ നിങ്ങൾ പാടണം. ആരായിരുന്നു ആ അതിഥി എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ? വലിഞ്ഞു കയറി വന്ന അതിഥി ആരായിരുന്നു? ജോൺ എബ്രഹാം. നിങ്ങളുടെ അടുത്ത സിനിമയിൽ ഞാൻ പാടണമെന്ന് പറയാൻ അതിന് താൻ ആരാ എന്ന് മുംബൈ ചോദിച്ചു. അപ്പോഴാണ് ഞാൻ സംവിധായകൻ ജോൺ എബ്രഹാം. അങ്ങനെ അമ്മ അറിയാൻ എന്ന സിനിമയിൽ ഒരു ഗസൽ ആലപിച്ചു. ആ സിനിമയോട് സഹകരിക്കാൻ 2 കലാകാരന്മാർ കണ്ടുമുട്ടിയ സന്ദർഭം. മലയാളത്തിൽ ഗസലിന് അതിൻ്റെ സ്ട്രിക്റ്റ് രൂപത്തിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നു. പക്ഷേ കവിതയുടെ സുന്ദരമായ ആവിഷ്കാരം എന്ന നിലയിൽ ഗസലുകൾ മലയാളത്തിൽ ജനപ്രീതി നേടി. ഓരോ ഗസൽ ഛായയുള്ള പാട്ടുകൾ എടുത്തു നോക്കൂ, നമ്മുടെ ഹൃദയത്തെ വശീകരിക്കുന്ന സൗന്ദര്യമത്. കാവ്യാത്മകതയുണ്ട്, ഒപ്പം സംഗീതമുണ്ട്, മിക്കവാറും ലളിതവുമായി. ഹിന്ദുസ്ഥാനിയുടെ പശ്ചാത്തലം ഉണ്ടായിരുന്നതുകൊണ്ട് MS ബാബുരാജും ഒക്കെ അതിന് വളരെ പ്രചാരണം കേരളത്തിൽ നൽകി. MS ബാബുരാജിൻ്റെ പാട്ടുകളിൽ പലതും നമുക്കറിയാം, ഗസലിൻ്റെ ഛായയുള്ള പാട്ടുകൾ ധാരാളം. K. രാഘവൻ, P. ഭാസ്കരൻ മാഷ്, ഔസേപ്പച്ചൻ ഇവരൊക്കെ ഈ മേഖലയിൽ ധാരാളം സംഭാവന നൽകിയവരാണ്. ഗസലിന് പ്രത്യേക അധികം ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ലെങ്കിലും ഹാർമോണിയം, തബല ഇത് രണ്ടും നിർബന്ധമാണ്. സാരംഗി, പിന്നെ ഊത് എന്ന് പറയുന്നൊരു ഇതുണ്ട്. അതിനോടുകൂടി പിന്നീടാണ് ഫ്ലൂട്ട്, ഗിറ്റാറൊക്കെ ആഡ് ചെയ്യപ്പെട്ടത്. ഗസൽ കേൾക്കുമ്പോൾ അതിനൊരു പ്രത്യേക വശ്യതയാണ്. ആ തബലയുടെ ഒരു മേളക്കൊഴുപ്പവും അല്ലേ, ഹാർമോണിയത്തിൻ്റെ വായനയുടെ ഭംഗിയും ഒക്കെ നമ്മളെ സ്വാധീനിക്കും. പ്രിയമുള്ളവരെ, ഈ 2018 ആഗസ്റ്റ് 1 ആലുവയിൽ വെച്ചാണ് അദ്ദേഹം ദിവംഗതനായത്. 1950 ജനിച്ചത്. മുംബൈയുടെ പഴയ ഗാനങ്ങൾ ആൽബം അദ്ദേഹം ഏതാനും ആൽബങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഗസലിന് വേണ്ടി. അദ്ദേഹം ആഗ്രഹിച്ചത്ര സപ്പോർട്ട് മലയാളത്തിൽ ലഭിച്ചില്ല എന്നുള്ളത് ഒരു ദുഃഖ സത്യമാണ്. കോൻവിയുടെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. M. ജയചന്ദ്രനുമായി ചേർന്ന് നോവൽ എന്ന സിനിമയ്ക്ക് സംഗീതം പോകും. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ അദ്ദേഹത്തെ വളരെ സഹായിച്ചിട്ടുള്ളതായി പറയുന്നു. ചില പാട്ടുകൾ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഈ പഴയ പാട്ടുകളിൽ പലതും, ബാബുരാജിൻ്റെ ഒക്കെ പാട്ടുകളിൽ പലതും ഗസൽ ചുവയുള്ള പാട്ടുകളൊക്കെ മുംബൈ തൻ്റെ വേർഷനായിട്ട് വീണ്ടും പാടി ഇട്ടിട്ടുണ്ട്. അതിനൊരു പ്രത്യേക ശൈലിയാണ്. മുംബൈയുടെ ശബ്ദത്തിനും അവരുടെ ശൈലിക്കും ഒരു പ്രത്യേക വശ്യത. നമ്മെ വിട്ടുപിരിഞ്ഞ മഹാനായ കലാകാരന്, ഗസലിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ആ പാട്ടിൻ്റെ കൂട്ടുകാരനെ നമുക്കിപ്പോൾ ഓർക്കാം. അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മയ്ക്ക് മുമ്പിൽ മാറ്റിനി ഫ്രീ വെബിനാർ ആദരാഞ്ജലികൾ അർപ്പിക്കുക. ഇനി നമുക്ക് പാട്ടുകളിലേക്ക് കിടക്കാം. ബാബുരാജിൻ്റെ സുറുമ എഴുതിയ മിഴികളെ എന്നുള്ള പാട്ടുകളൊക്കെ ഈ ശൈലിയിലുള്ള പാട്ടുകളാണ്. എൻ്റെ സ്വപ്നത്തിൽ സുറുമ എഴുതിയ മിഴികളെ പ്രണയമധുര തുളുമ്പും
സൂര്യകാന്തി പൂക്കളെ ഒരു പ്രണയിനിയെ അല്ലെങ്കിൽ പ്രിയതമയോട് സംഭാഷണം നടത്തുന്നു, അല്ലെങ്കിൽ അതിനെ വർണ്ണിക്കുന്നു, അല്ലെങ്കിൽ ഓർമ്മിക്കുന്നു എന്നുള്ളതാണ് ഗസലിന്റെ ഒരു ശൈലി തന്നെയാണ്. പിന്നെ പാടാനോർത്തൊരു മധുരിത ഗാനം പാടിയതില്ലല്ലോ, അതൊരു ഗസൽ ശൈലി തന്നെയാണ്. എൻ്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ, ഇതിലൊക്കെ എന്നെ ആകർഷിച്ച വേറൊരു പാട്ടുണ്ട്. കുടകിലെ വസന്തമായി വിരിഞ്ഞവൾ നീയൻ കരളിൻ്റെ ഉത്തരിയായി നിറഞ്ഞവൾ നീ, എൻ്റെ ലോകം വാനം പോലെ വളർന്നുവല്ലോ, എൻ ഹൃദയം തിങ്കളെ പോ ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ നീ എൻ്റെ മുന്നിൽ തുള്ളി വന്നതെന്തിനാ. ആ ഗസൽ ശൈലി, ആ പാട്ടിന്റെ ഒരു ഒഴുക്കും ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ വളരെ ആകൃഷ്ടരാകും എന്നുള്ളതാണ്. ഇന്ദിരവല്ലരി പൂചൂടി വരും, കായലിനരികെ, കൊച്ചി കായലിനരികെ എന്നൊരു പുതിയ പാട്ടുണ്ട്. കണ്ണു നട്ടു കാത്തിരുന്നിട്ടും ഇശൽ തേക്കണം ചൂരുമീ നിന്റെ ചുണ്ടിൽ, അങ്ങനെയുള്ള പാട്ടുകൾ ധാരാളമുണ്ട്. പൗർണമി ചന്ദ്രിക തൊട്ട് വിളിച്ചു, ഇതൊക്കെ ഗസൽ ശൈലി പുലർത്തിയ പാട്ടുകളാണ്. തിമ്പായിയെ കുറിച്ച് ഒരു സമയം നമ്മുടെ മനോജ് സാർ കൂടി സംസാരിക്കും. മനോജ് സാറിന്റെ ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാമോ മനോജ് സാർ? ഓക്കെ, ജസർ സാർ നമസ്കാരം. താങ്ക് യു. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ മുംബൈക്കാന്നാണ് വിളിക്കുന്നത്. എനിക്ക് മുംബൈക്കായി 1985 മുതൽ അറിയാം. ഞാൻ അറിയാമെന്ന് പറയുന്നത് അദ്ദേഹം ഈ അബാദ് പ്ലാസ ഹോട്ടലുണ്ട് എറണാകുളത്ത്, അവിടുത്തെ അതിലായിരുന്നു ഈ ഗസല്, ഹിന്ദി ഗസലൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു 1985. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ തബല വായിക്കുന്ന ജോമോൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്. ഞങ്ങൾ ആ സമയത്ത് ഒരുമിച്ച് ഈ ഗാനമേള ഫീൽഡിലൊക്കെ വളരെ സാന്നിധ്യം ഉണ്ടായ സമയത്താണ്. ജോമോൻ്റെ കൂട്ടത്തിൽ ഞാൻ അവിടെ മുംബൈക്കായി കാണണമെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ എറണാകുളത്ത് മിക്ക കാര്യങ്ങൾ പോകുമ്പോൾ അവിടെ താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ ആ കാലം മുതൽ വളരെ, പ്രത്യേകിച്ച് കലാകാരന്മാരോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പുള്ളിയുടെ കൂടെ ഇരിക്കുന്ന ഓരോ നിമിഷവും പാട്ടുകൾ മാത്രമേ ഉള്ളൂ വിഷയം, അല്ലാതെ മുമ്പാക്കിയാക്കി വേറെ ഒരു വിഷയമില്ല. പ്രത്യേകിച്ച് ഈ മട്ടാഞ്ചേരിക്കാർക്കൊക്കെ ഉള്ള ഒരു വലിയൊരു പ്രത്യേകതയാണ് അവർ ഈ ഹിന്ദുസ്ഥാനി സംഗീതമൊക്കെ. സാറ് പറഞ്ഞതൊക്കെ ഞാൻ വളരെ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. ഹിന്ദുസ്ഥാനി ബേസിലുള്ള ഭയങ്കര അറിവുള്ളവരുമാണ് മട്ടാഞ്ചേരിക്കാർ. പൊതുവേ ഭയങ്കര സംഗീതത്തിനോടുള്ള അറിവുള്ളവരാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വെളിയിലൊക്കെ പോയി. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ അവിടെ ദുബായിലൊക്കെ പ്രോഗ്രാം വരുമ്പോഴാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അവിടെ വരുമ്പോഴൊക്കെ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഈ പറഞ്ഞ പോലെ കലാകാരന്മാരോട് ഒരു പ്രത്യേക സ്നേഹവും കാര്യങ്ങളൊക്കെ, അങ്ങനെ അടുപ്പം ഉണ്ടായിരുന്നു. അവിടെ എപ്പോൾ പരിപാടിക്ക് വന്നാലും ഞാൻ കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ദുബായിൽ പരിപാടിക്കൊക്കെ വരുമ്പോൾ പല എമിറേറ്റ്സുകളിൽ കൂടെ ഞാൻ ഡ്രൈവ് ചെയ്ത് ദുബായൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പല സ്ഥലത്തും, അലൈന്, അബുദാബിയിൽ, അങ്ങനെയൊക്കെയുള്ള ബന്ധമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ സാറേ ഞാൻ പറയാം. നമ്മുടെ യൂസഫ് അലി കേച്ചേരി സാറ് വരികൾ എഴുതിയിട്ട് ഗസൽ മാല എന്ന് പറഞ്ഞൊരു ആൽബം ഇറക്കിയിട്ടുണ്ട് മുമ്പായിക്ക. അതിന് മുന്നേ ചെറിയ ചെറിയ മറ്റേ വേണു വിദേശമൊക്കെ എഴുതിയിട്ടുള്ള 1-2 കാസറ്റൊക്കെ എഴുതെങ്കിലും ഇദ്ദേഹം ഫേമസ് ആയത് ആ 10 പാട്ടുകളിൽ കൂടെയാണ്. പ്രത്യേകിച്ചും വീണ്ടും പാടാം സഖി എന്നുള്ളൊരു പാട്ടൊക്കെ എല്ലാവർക്കും വളരെ കോമൺ ആണ്. അതാണ് മുംബൈക്കയുടെ മാസ്റ്റർ പീസ് സാധനമാണ്. അപ്പോൾ ഈ യൂസഫ് അലി കച്ചേരി സാറും ഇദ്ദേഹമായിട്ടുള്ള ഒരു വെറുതെ ഫ്രീ ആയിട്ട് എഴുതി കൊടുത്താണ് ഈ 10 പാട്ടുകൾ. അത് എറണാകുളത്ത് വെച്ച് റെക്കോർഡ് ചെയ്യും ഒക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് ഇങ്ങനെ ഒരാളുണ്ടെന്ന് കൂടുതൽ അറിയപ്പെട്ടു തുടങ്ങിയത്. ആ ഒറ്റ ഒരു അതിനകത്തെ 10 പാട്ടുകൾ തന്നെ അതേമാതിരി ഭംഗിയായിട്ട് വരികൾ എഴുതിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഗസലിൻ്റെ എല്ലാ ഭാവങ്ങളും ഒക്കെ ഉണ്ട് അതിന്. അപ്പോൾ അതാണ് അതിനകത്ത് എല്ലാ പാട്ടുകളും നല്ലതാണ്.
രണ്ടാമത് ഇദ്ദേഹത്തിൻ്റെ കൂടെ വായിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റുകളെല്ലാം നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അതിൽ പിപ്പിച്ചൻ എന്ന് പറഞ്ഞൊരു തബലിസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇപ്പം ജീവനോടെ ഇരിപ്പില്ല. രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഹാർമോണിയം വായിക്കുന്ന ആളുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പം ഇവരൊക്കെയാണ് ആദ്യകാലത്ത് ഉമ്പായിക്കയുടെ കൂടെ ഈ പിന്നണിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ ബേണി ഇഗ്നേഷ്യസിലെ ബേണിച്ചേട്ടൻ സ്ഥിരമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ മാൻഡലിൻ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ഗിറ്റാറൊക്കെ വായിക്കാറുണ്ട്. ഇപ്പം ഹാർമോണിയൊക്കെ മരിക്കുന്നിടം വരെയും വായിച്ചിരുന്നത് ബേണിച്ചേട്ടനായിരുന്നു. അതുപോലെ ഹെറാൾഡ് എന്ന് പറയുന്ന വയലിനിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകനും ഗിറ്റാറിസ്റ്റാണ്. പരിപാടിയിൽ ശ്രദ്ധിച്ചിട്ടൊക്കെ കാണാം, ബാക്കിലിരുന്ന് ഹോളോ ഗിറ്റാർ വായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകനാണ്. ഇവരുമായിട്ടൊക്കെയുള്ള സൗഹൃദമുണ്ട്. വലിയൊരു മനുഷ്യസ്നേഹിയായിരുന്നു ഉമ്പായിക്ക. എല്ലാവരോടും വളരെ സ്നേഹവും വളരെ സൗമ്യനായിട്ടൊക്കെയാണ് സംസാരിക്കാറുള്ളത്. നോ എന്ന് പറഞ്ഞ വാക്ക് ഒട്ടും പറയാൻ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പല വീക്ക്നെസ്സും പുള്ളിക്ക് ഉണ്ടായിരുന്നു താനും. അങ്ങനെ ദുബായിലൊക്കെ പരിപാടിക്ക് വരുമ്പം പറഞ്ഞ മട്ടാഞ്ചേരിക്കാരൊക്കെ വന്ന് പുള്ളിയെ ആദരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കറിയാവുന്ന ഉമ്പായിക്ക, ജോസഫ് ജോൺ സാറ്. പിന്നെ അതുപോലെ തന്നെ ഒറ്റ കാര്യമുണ്ട് സാർ, ഈ എച്ച് മെഹബൂബ് എന്ന് പറഞ്ഞൊരു പഴയ പാട്ടുകാരനുണ്ട് നമ്മുടെ മലയാള ഭാഷയിൽ തന്നെ. മെഹബൂബ്, പഴയ മെഹബൂബിന്റെ അടുത്ത സുഹൃത്ത്. മെഹബൂബിന്റെ ഒരു കോപ്പിയാണ് ശരിക്കും പറഞ്ഞ ഇദ്ദേഹം. നയാ പൈസ ഇല്ല, കയ്യിലൊരു നയാ പൈസ ഇല്ല എന്നുള്ള പാട്ടൊക്കെ പാടി ശരിക്കും എച്ച് മെഹബൂബാണ്. അദ്ദേഹവും മട്ടാഞ്ചേരിക്കാരനാണ്. വലിയൊരു ഗായകനാകേണ്ട ആളായിരുന്നു. പക്ഷേ പല സാഹചര്യങ്ങളിൽ കൂടി അദ്ദേഹത്തിന് ഈ മലയാള സിനിമയിലൊന്നും അന്ന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അദ്ദേഹവും മൺമറിഞ്ഞു പോയി. അപ്പം അവരൊക്കെ ആ ഒരു സംസ്കാരം ഉള്ളവരാണ്. ഗസലിൻ്റെ തനി ഗസൽ അറിയാം, ഹിന്ദുസ്ഥാനി സംഗീതം അറിയാം. അപ്പോൾ സാറേ, ഈ ഇദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ ഓർമ്മ ദിവസത്തിൽ ഇങ്ങനെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന വളരെ മനുഷ്യസ്നേഹിയായ, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, വലിയ നഷ്ടമായി പോയി ശരിക്കും പറഞ്ഞാൽ മുംബൈക്കായി കാലകാരണം പെട്ടുപോയത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിനെ കുറിച്ച് 2 വാക്ക് പറയാൻ കിട്ടിയ ഒരു അവസരം ഭാഗ്യമായിട്ട് കരുതുന്നു. ഇനി നമ്മുടെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് കടക്കാം സാർ. താങ്ക് യു. 2 ലൈൻ ഞാനൊന്ന് പാടിക്കോട്ടെ സാർ. വീണ്ടും പാടാം സഖി നിനക്കായി വിരഹഗാനം, ഞാൻ ഒരു വിരഹഗാനം ഞാൻ. അത് സാർ പറഞ്ഞ യൂസഫലി കേച്ചിരിയുടെ ആണല്ലേ. വീണ്ടും പാടാം സഖി നിനക്കായി വിരഹഗാനം, ഞാൻ ഒരു വിഷാദഗാനം ഞാൻ. നീലത്താമര വിടരും നിന്നുടെ നീർമിഴി നിറയില്ലെങ്കിൽ, നീർമിഴി നിറയില്ലെങ്കിൽ. ഒരു ശ്രമം നടത്തിയതാണ്. താങ്ക് യു. ആയിക്കോട്ടെ സാർ. ഓക്കെ, ഇപ്പൊ ഇന്ന് കുറെ പാട്ടുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. കണ്ണും നട്ട് കാത്തിരുന്നിട്ടും, പിന്നെ പാടാനോർത്തൊരു മധുരിത ഗാനം, അതുപോലെ തന്നെ നേരം പോയി കാലം പോയി, സുറുമ എഴുതിയ മിഴികളെ, എല്ലാം ഗസൽ ഛായയിലുള്ള പാട്ടുകളാണ്. ഹൃദയമൊരുകി നീ കരയുകയില്ലെങ്കിൽ, സുമംഗലി നീ ഓർമ്മിക്കുമോ, എന്തേ ഇന്നും വന്നില്ല, ഇശൽ തേങ്കണം കൊണ്ടുപോവാ തന്നലെ, ഒരു പുഷ്പം മാത്രം, ഏതോ നിദ്രതൻ, പൗർണമി ചന്ദ്രിക തൊട്ടുപിടിച്ചു, ഇന്ദ്രവല്ലരി പൂ ചൂടി വരും, എൻ്റെ സ്വപ്നത്തിൻ താമരപ്പൊയ്കയിൽ. ഇത്രയൊക്കെ പാട്ടുകളാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ പാടാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ പാട്ട് ഇതാണ്, കണ്ണു നട്ട് കാത്തിരുന്നിട്ടും. ആരാ പാടുന്നേ? യെസ് ഷുവർ, അടിയും. ഷഹബാസ് സമാനാണ് ഇപ്പം വളരെ ഫേമസ് ആയിട്ടുള്ള മലയാളത്തിലെ ഗസൽ ഗായകൻ. അദ്ദേഹം റിയാദിൽ വന്നിട്ട് ഈ നമ്മുടെ ബാബുരാജിന്റെ മിക്കവാറും പാട്ടുള്ള ഗസൽ ശൈലിയിൽ പാടി. അതായത് താമസമെന്തേ വരുവാൻ, അതായത് താമസമെന്തേ വരുവാൻ, അതുപോലെ പരീക്ഷയിലെ പാട്ടുകൾ, ഒരു പുഷ്പം മാത്രമേ മുൻകയിൽ നിർത്താം, താമസമെന്തേ, അല്ല അതുപോലെ തന്നെ ഞാനൊരു പാട്ടുകാരൻ
ഈ പാട്ടുകളൊക്കെ ഈ പറയുന്നതായിട്ടുള്ള ഗസൽ ശൈലിയിൽ അദ്ദേഹം അവിടെ പാടി. മിക്കവാറും എല്ലാ പാട്ടുകളും നമ്മുടെ ബാബുരാജിന്റെ മിക്കവാറും എല്ലാ പാട്ടുകളും ഗസൽ സ്റ്റേപ്പ്, ഗസലിന്റെ ഒരു ടച്ച് ഉണ്ട് ഇതിലെല്ലാം. അത് മാത്രം ജസ്റ്റ് ആഡ് ചെയ്യാൻ വിചാരിച്ചു. ഷബാസ് അലി, ഷബാസ് ഖാൻ, ഷബാസ് അമൻ. ഇവിടുത്തെ ഓക്കെ, പ്രശസ്ത യുവതലമുറയിലെ പ്രശസ്ത ഗസൽ ഗായകനാണ്. ഒത്തിരി പ്രോഗ്രാം ഉണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ. ജോസഫ് ജോൺ സാറെ ഒരു ഒറ്റ കാര്യങ്ങൾ ഞാനൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ ഇതിന്റെ കൂട്ടത്തില്. Yeah. നമ്മുടെ ONV സാറ് എഴുതിയിട്ടും ഒരു ആൽബം ചെയ്തിട്ടുണ്ട് മുമ്പൈക്ക. അത് പാടുക സൈകൾ പാടു ഒരു ആൽബമാണ്. അതും വളരെ ഫേമസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ആൽബം കൂടെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന്റെ പേര് ഞാനിപ്പോ ഓർക്കുന്നില്ല. അതിനകത്തെ പ്രണാമം എന്നാണ്. അതെ അതിന്റെ പേര് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല സാർ. പക്ഷെ ഈ പാടുക സൈകൾ പാടുന്നത് ONV സാറിന്റെ അതിമനോഹരമായ വരികളുള്ള പാട്ടാണ്, ഒരു ആൽബമാണ്. അതിനകത്ത് എല്ലാ പാട്ടുകളും നല്ല നല്ല അതിന്റെ വീഡിയോകളും ഒക്കെ പോലും ഇപ്പോഴും യൂട്യൂബിലൊക്കെ കാണാം. അത് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട് മുമ്പായിക്ക് തന്നെ പാടിയിട്ട്. വളരെ മനോഹരമായ, അതിനകത്ത് ഒരു പാട്ടിൽ ONV സാറിനെ നമുക്ക് കാണാം. ഒരു പാട്ടിൽ അങ്ങനെ സാറിന്റെ വീട്ടിൽ ഇരുന്ന് തന്നെ ഒരു ഓർമ്മയായിട്ടൊക്കെ അവർ നല്ല ഭംഗിയായിട്ട് ആ വീഡിയോയും ചെയ്തിട്ടുണ്ട് സാർ. അതൊന്ന് കൂട്ടിച്ചേർക്കണം. ഓക്കെ, താങ്ക് യു സർ. പാട്ട് തുടങ്ങിക്കോളൂ. ഓക്കെ, അപ്പൊ ഈ പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരാണ്? ഞാൻ പാടാം. കണ്ണും നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പു തോട്ടം കട്ടെടുത്തതാരാണ്, കട്ടെടുത്തതാരാണ്. പൊന്നുകൊണ്ടു വേലി കെട്ടിയിട്ടും എൻ്റെ കൽക്കണ്ടക്കിനാവ് പാടം കൊയ്തെടുത്തതാരാണ്, കൊയ്തെടുത്തതാരാണ്. ഓക്കെ, എന്റെ കണ്ടിന്യൂഷൻ പാടാവോ ആർക്കെങ്കിലും? അല്ലെങ്കിൽ അടുത്ത്. കണ്ണും നട്ട് കാത്തിരുന്ന് കമ്പിളിൽ വിളമ്പിയ പൈമ്പാലെന്നോർത്തു ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു. അന്നത്തെ അന്തിയിൽ അത്താഴ പാത്രത്തിൽ അമ്മതൻ കണ്ണീരോ തിളച്ചിരുന്നു. അങ്ങനെ ഞാനെന്നും കരഞ്ഞിരുന്നു. കണ്ണും നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പുതോട്ടം. പാടിയിട്ട്. ഓക്കെ, താങ്ക് യു. അടുത്ത ഇത് ഈ പാട്ട് അറിയാവോ? സൈഗാൾ പാടുന്നു എന്നുള്ള ആൽബത്തിലാന്ന് തോന്നുന്നു. പാടാനോർത്തൊരു മധുരിത ഗാനം. മധുരിത ഗാനം പാടിയതില്ലല്ലോ ഞാൻ, പാടിയതില്ലല്ലോ. കയ്യിലെ വീണ മുറുക്കിയൊരുക്കി കാലം പോയല്ലോ, വെറുതെ കാലം പോയല്ലോ. ഞാൻ പാടാനോർത്തൊരു മധുരിത ഗാനം പാടിയതില്ലല്ലോ ഞാൻ, പാടിയതില്ലല്ലോ. കോഴിക്കോട് അബ്ദുൽ ഖാദർ പാടിയതാണ്. ബാക്കി വേണോ? ശരിയായില്ല രാഗം, ശരിയായില്ല താളം, പാട്ടിൻ വാക്കുകൾ തെറ്റിടുന്നല്ലോ, പരവശമാണെന്നാദം. പാട്ടിൻ വാക്കുകൾ തെറ്റിടുന്നല്ലോ, പരവശമാണെന്നാദം. ഞാൻ പാടാനോർത്തൊരു മധുരിത ഗാനം പാടിയതില്ലല്ലോ ഞാൻ, പാടിയതില്ലല്ലോ. പാടണമെന്നൊരു വെമ്പലിലങ്ങനെ
പാടുകയാണൻ ജീവൻ. പാടണമെന്നൊരു മോഹം കരളിൽ കൂടുകയാണതിവേഗം. പാടണമെന്നൊരു മോഹം കരളിൽ കൂടുകയാണതിവേഗം. കരളിൽ കൂടുകയാണതിവേഗം. പാടാനോർത്തൊരു മധുരിത ഗാനം പാടിയതില്ലല്ലോ ഞാൻ, പാടിയതില്ലല്ലോ. താങ്ക് യു. നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത നോക്കിയ സാർ. സുറുമ എഴുതിയ എഴുതാൻ പടം. ആരാ പാടുന്നേ? ജ്യോതികുമാർ സാറേ. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ. സുറുമയെഴുതിയ മിഴികളെ ോ തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ. ഒരു കിനാവിൻ ചിറകിലേറി ഓമനോളെ നീ വരൂ. നീലമേഘരാഗലഹരി നീ പകർന്നു തരൂ തരൂ. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ. താങ്ക് യു. പഹാടി രാഗം. നിൽക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഗദ്ഗതമായി മനസ്സിലലിയും ഒരു പ്രേമ കഥയിലെ മുഖഗാനം. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. പിരിഞ്ഞു പോകും നിനക്കീ കഥ മറക്കുവാനേ കഴിയൂ. പിരിഞ്ഞു പോകും നിനക്കിനി കഥ മറക്കുവാനേ കഴിയൂ. നിറഞ്ഞ മാറിലെ ആദ്യ നക്ഷതം മറയ്ക്കുവാനേ കഴിയൂ. കൂന്തലാൽ മറയ്ക്കുവാനേ കഴിയൂ. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. താങ്ക് യു സർ. താമസമെന്തേ വരുവാൻ. ജോസഫ് സാറ് നോക്കൂ. താമസമെന്തേ വരുവാൻ, താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ. താമസമെന്തേ അണയാൻ പ്രേമമായി എന്റെ കണ്ണിൽ. താമസമെന്തേ വരുവാൻ. ഹേമന്തയാമിനി തൻ
പൊൻവിളക്കു പൊലിയാറായി മാകന്ദ ശാഖകളിൽ രാക്കിളികൾ മയങ്ങാറായി താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമായി എൻ്റെ കണ്ണിൽ. പോരെ സാറേ, സമയം അടുത്തതിലേക്ക് പോവാം. ഒരു മുഖം മാത്രം കണ്ടു. ശ്രീകുമാരൻ നമ്പിയുടെ ആരെങ്കിലും പാടുന്നുണ്ടോ? ഇനി അടുത്തേക്ക് പോണം. ഒരു മുഖം മാത്രം കണ്ണിൽ, ഒരു സ്വരം മാത്രം കാതിൽ, ഉറങ്ങുവാൻ കഴിഞ്ഞില്ലല്ലോ. നിറം ചാർത്തുമോർമതൻ താഴ്വരയിൽ എന്റെ മൗനവാഗ്നീതങ്ങൾ തകർന്നു വീണു. വിരഹത്തിൻ വീണ പാടി വിധിയാരറിഞ്ഞു. മുഖം മൂടി അണിഞ്ഞിട്ടും വീഴ്ചപ്പിൻ മുത്തുകളെ മറയ്ക്കുവാൻ കഴിഞ്ഞില്ലല്ലോ. ഒരു മുഖം മാത്രം കണ്ണിൽ, ഒരു സ്വരം മാത്രം കാതിൽ, ഉറങ്ങുവാൻ കഴിഞ്ഞില്ലല്ലോ. അടുത്തതിലേക്ക് പോകാം സാർ. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീയെത്തുമ്പോ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമെൻ, ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീയെത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീയെത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീയെത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, അതികൂടെ എന്നുടെ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, അതികൂടെ എന്നുടെ ആരാമത്തിൽ. ഒരു ഗാനം ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീയെത്തുമ്പോൾ ചൂടിക്കുവാൻ. അത്രേ ഉള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. ജോസഫ് സാർ അഡ്മിറ്റ് ചെയ്യും. മലർമണം മാഞ്ഞല്ലോ, മറ്റുള്ള പോയല്ലോ, മമ സഖി നീ എന്നു വന്നു ചേരും. മനതാരിൽ മാറിക്ക മൂടിക്കഴിഞ്ഞല്ലോ, മമ സഖി നീ എന്ന്
വന്നു ചേരും. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഓക്കെ, ജോഷി സാറിന് പ്രത്യേകം അഭിനന്ദനം. പാട്ട് പാടിയത് ദീർഘമായിട്ട് പാടി, വെരി ഗുഡ്. വ്യക്തമായിട്ട് പാടി. ഗുഡ്. ഓക്കെ, അടുത്ത പാട്ട്. ഞാൻ പാടിയത് ഗസലാണോ? ഗസലിന്റെ ഛായയാ. Yes. അങ്ങനെയൊന്നും നോക്കട്ടെ സാറേ, നമ്മളൊക്കെ ഗസല് പോലെ പാടാവുന്ന പാട്ട്. എന്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി, നീലത്താമരമിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു, ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. എന്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി, നീലത്താമരമിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു, ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. അടുത്താരോ പാടുക. ഇന്ദ്രവല്ലരി പൂ ചൂടി വരും. ആരും ഇല്ലേ ഇന്ന്? പാട്ടുകാരൊന്നും ഇല്ലേ? ഇന്ദ്രവല്ലരി പൂ ചൂടി വരും സുന്ദര ഹേമന്തരാത്രി, എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ. ഇന്ദ്രവല്ലരി പൂ ചൂടി വരും സുന്ദര ഹേമന്തരാത്രി, എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ. ബാക്കിയാരും പാടുക. വെണ്ണില പാലരുവി ഒരു നിമിഷം കൊണ്ടൊരു യമുനയാക്കൂ, പ്രേമോദയങ്ങളിൽ മെയ്യോടു ചേർക്കുമൊരു ഗാനഗന്ധർവനാക്കൂ, എന്നെ നിൻ ഗാനഗന്ധർവനാക്കൂ. ഇന്ദ്രവല്ലരി പൂ ചൂടി വരും സുന്ദര ഹേമന്തരാത്രി, എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ. പോയി. അടുത്തത് പാടണോ? മാവി. പൗർണമി ചന്ദ്രിക ആര് പാടും? പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നിൻചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു, എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. നീലോൽപല നയനങ്ങളിലൂറി നിർമ്മലരാഗ തുഷാരം, നീലോൽപല നയനങ്ങളിലൂറി നിർമ്മലരാഗ തുഷാരം, എന്നനുഭൂതി തിരകളിലാടി നിന്റെ കിനാവിനോടം. ഓ ഓ ഓ
പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു പത്മരാഗം പുഞ്ചിരിച്ചു അഴകേ നിൻചിരി തൊട്ടു വിളിച്ചു ആശാലതികകൾ പുഞ്ചിരിച്ചു എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. ഒരു സ്റ്റാൻസും കൂടെ ഉണ്ട്, ആരെങ്കിലും പാടിക്കോളൂ. പുഷ്പിണിയായ ശതാവരി വള്ളി തൽപ്പമൊരുക്കി തെന്നൽ ഇത്തിരി മധുരം നൽകാൻ തീർക്കുക മറ്റൊരു തൽപ്പം തോഴി. ഇത്തിരി മധുരം നൽകാൻ തീർക്കുക മറ്റൊരു തൽപ്പം തോഴി. പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചിരിച്ചു അഴകേ നിൻചിരി തൊട്ടു വിളിച്ചു ആശാലതികകൾ പുഞ്ചിരിച്ചു എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. താങ്ക് യു സർ. താങ്ക് യു. അടുത്തത് അടുത്ത ലാസ്റ്റ് പാട്ടാണ് ഏതോ നിദ്ര തന്നെ. ശൈലാമോ പാടുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്യൂ. ഏതോ നിദ്രതൻ ശൈലാം പാടുന്നുണ്ട്, അൺമ്യൂട്ട് ചെയ്തിരിക്കുക. ഏഴു വർണ്ണങ്ങളും നീർത്തി തെളിരിലത്തുമ്പിൽ നിന്നുയരും മഴയുടെ ഏകാന്ത സംഗീതമായി മൃദുപദമോടി. ഓക്കെ, മധുമന്ത്രമോടെ അങ്ങരികിൽ വന്നുവെന്നോ എന്നോ ഞാനറിഞ്ഞില്ല ഏതോ നിദ്രതൻ പൊന്മയിൽ പീലിയിൽ ഏഴുവർ നിർത്തി തളിരിലത്തുമ്പിൽ നിന്നുതിരും മഴയുടെ ഏകാന്ത സംഗീതമായി മൃദുപദമോടെ മധുമന്ത്രമോടെ അന്നെൻ കിട്ടുന്നില്ല കൂടുതൽ. താങ്ക് യു. വന്നുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല. താങ്ക് യു. കുഴപ്പമില്ലായിരുന്നു. ഇന്നത്തെ പാട്ടുകൾ തീർന്നു. ഇനി വേറെ ഏതെങ്കിലും പാട്ടുകൾ വേണമെങ്കിൽ പാടാം. അല്ലെങ്കിൽ മറ്റേ ഇതിൽ ഇശൽ തേങ്കണില്ലേ സാർ? യെസ്, ഞാൻ എടുക്കാം. അതല്ല പാട്ടല്ലേ? അത് ഞാൻ എടുക്കാം. മുഴുവൻ അറിയില്ല, ആരെങ്കിലും ഹെൽപ്പ്. ഇഷ്ടപ്പെട്ട പാട്ട്. ഹലോ, സുമംഗലി ഉണ്ട് അല്ലേ? ഇശൽ തേങ്ങണ ഞാൻ എടുത്തില്ലേ? നോക്കുന്നുണ്ട്. സുമംഗലി ഉണ്ടോ? ഇല്ല തോന്നുന്നു സാറിലെ പാട്ട്. ഞാൻ ഇട്ടിരുന്നല്ലോ. ഇശൽ തേൻ കണം കൊണ്ടുവാ തെന്നലേ നീ. ഡ്യുവറ്റായിട്ട് പാടാൻ നോക്കാം.
ശൈലജി പാടിക്കോളൂ. സ്ഥലത്തേക്കണം കൊണ്ടുപോവാ. ഇശൽ തേൻ കണം കൊണ്ടുവാ തിന്നലേ നീ. ഇശൽ തേൻ കണം കൊണ്ടുവാ തിന്നലേ നീ. ഗസൽ പോലെ ചിരിച്ചു വസന്തം. ഗസൽ പൂക്കളും നിറവും പൂനിലാവും വിളിക്കുന്നു നമ്മെ ഉണർവുകൾ നീട്ടി. ഇശൽ തേൻ കണം കൊണ്ടുവാ തിന്നലേ നീ. ഗസൽ പൂക്കളെ കലാകാരനാക്കി ഇനാ പൊയ്കയിൽ നീന്തുമീ നിന്റെ കണ്ണിൽ. നിലാപ്പൂക്കളെ കലാകാരിയാക്കി ഇശൽ തേൻ കണം ചോരുമീ നിന്റെ ചുണ്ടിൽ. ഇളം തന്നൽ മീട്ടും സിത്താറിന്റെ ഈണം മുഴങ്ങുന്നു ബീവി മതി നിന്റെ നാണം. ഇളം തന്നൽ വീശും സിത്താറിന്റെ ഈണം മുഴങ്ങുന്നു ബീവി മതി നിന്റെ നാണം. പ്രിയ സ്വർഗവാതിൽ തുറക്കുന്നു മുന്നിൽ നിലപ്പൊയ്കയിൽ നീന്തുമീ നീന്തുമീ നിന്റെ കണ്ണിൽ. നിലാപ്പൂക്കളെ കലാകാരിയാക്കി ഇശൽ തേൻ കണം ചോരുമീ നിന്റെ ചുണ്ടിൽ. ഗസൽ പൂക്കളെ കലാകാരനാക്കി പൊയ്കയിൽ നീന്തുമീ നിന്റെ കണ്ണിൽ. വിളിക്കുന്നു നമ്മെ മലർക്കൈകൾ നീട്ടി. ഇശൽ തേൻ കണം കൊണ്ടുവാ തിന്നലേ നീ. ഇശൽ തേൻ കണം ചോരുമീ നിന്റെ ചുണ്ടിൽ. ഓക്കെ, താങ്ക് യു. നല്ല പാട്ടാ അതൊന്നും. അതോടെ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ശരിക്കും ഒരു ഗസലാണത്. അതെ അതെ അതെ. നല്ലൊരു പാട്ടാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ജോസഫ് സാർ, ഷെല മാം, മാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. ഓക്കെ, ബൈ, സീ യു. നാളെ നമുക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട് വിവാഹം സ്വർഗത്തിൽ എന്ന് പറഞ്ഞതിന്റെ 3rd പോർഷൻസ് കേൾക്കാം. സോ വീണ്ടും നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, സോ ഗുഡ് നൈറ്റ്, സീ യു. താങ്ക് യു ജോസഫ് സാർ, താങ്ക് യു ഷെല.